രാജ്യമെന്ന് 79ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിറവിലാണ്. സ്വാഭാവികമായും പിന്നിട്ട 78 വർഷങ്ങളിലും ഉയർന്ന, ഇനിയും ഉയരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് എന്താണ് എന്ന്. അത് കേവലം കൊളോണിയൻ ഭരണത്തിൽ നിന്നുള്ള മോചനം മാത്രമാണോ, അതോ അതിലും ആഴത്തിലുള്ള ഒന്നോ? ഇത്തരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മാനങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ കൈമാറി വന്ന പൈതൃക സമ്പത്തും ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ട ചരിത്രവും ഏറെ അടയാളപ്പെടുത്തപ്പെട്ടതായി കാണാം. എന്നാൽ എല്ലാത്തിലുമുപരി വരാനിരിക്കുന്ന നാളുകളിലെ പ്രതീക്ഷകൾ, അജണ്ടകൾ, പോരാട്ടങ്ങൾ ഇവയെ എങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യും എന്നത് പരമപ്രധാനവുമാണ്. ഇന്നത്തെ ആഘോഷത്തിന്റെ നിറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 105 മിനിറ്റ് നേരത്തോളം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. രാജ്യത്തിന്റെ മുന്നോട്ടു പോക്കിനെ സംബന്ധിച്ച പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. ആ പ്രഖ്യാപനങ്ങളാണ് ഇനിയുള്ള പ്രതീക്ഷകൾ. പരിശോധിക്കാം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന്. ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം നടപ്പാക്കുമെന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുമെന്നും മോദി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാവി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇത് വിവരസാങ്കേതിക വിദ്യയുടെ യുഗമാണ്. നമുക്ക് സ്വന്തമായി ഒരു AI ആവാസ വ്യവസ്ഥ വേണം എന്നത് പ്രധാനമന്ത്രിയുടെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ഇന്ത്യ ലോക വിപണിയെ ഭരിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. യുവാക്കൾക്കുള്ള 1 ലക്ഷം കോടി തൊഴിൽ പദ്ധതിയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശയങ്ങളുമായി യുവാക്കൾ കടന്നു വരണം. കർഷക വിരുദ്ധ നിയമങ്ങൾ വെച്ചുപൊടിപ്പിക്കില്ല എന്ന് പറഞ്ഞ മോദി സർക്കാർ എന്നും കർഷകർക്ക് ഒപ്പമാണെന്നും ചൂണ്ടിക്കാട്ടി. RSSന്റെ 100 വർഷ സേവനങ്ങളെ പുകഴ്ത്തിയ മോദി RSS ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണെന്നും പറഞ്ഞു. ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്ന് ഓർമ്മിപ്പിച്ച് ഭരണഘടനാ ശില്പികൾക്ക് ആദരം അർപ്പിച്ച മോദി ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ധീര ജവാന്മാർക്ക് സല്യൂട്ട് നൽകുന്നുവെന്നും അറിയിച്ചു. പ്രതിരോധത്തെ സംബന്ധിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ചുട്ട മറുപടി നൽകിയെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. പഹൽഗാമിൽ മതം ചോദിച്ച് നിഷ്കളങ്കരെ വകവരുത്തിയവരെ നേരിടാൻ ഇന്ത്യൻ സേനയ്ക്ക് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നും മോദി പറഞ്ഞു. പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്ന് ആവർത്തിച്ച മോദി സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല എന്നും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നും ഓർമ്മിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ രോഷത്തിന്റെ പ്രകടനമാണെന്നും പ്രതികാരത്തിനുള്ള സമയവും സ്ഥലവും തീരുമാനിച്ച സൈന്യം സങ്കല്പിക്കാനാവാത്ത കാര്യമാണ് രാജ്യത്തിനായി ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്താണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു. രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഏത് ഭീഷണിയും നേരിടാൻ രാജ്യം തയ്യാറാണ്. ഇന്ത്യയുടെ ആയുധബലം ശത്രുവിനെ അമ്പരിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞ US-ന്റെ തീരുവ ഭീഷണിയെ പരോക്ഷമായും വിമർശിച്ചു. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഏറെ മുന്നേറിയെന്നും വൈകാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയുമായിരുന്നു സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ.